ഹായ് ഹലോ, ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നയനയുടെയും ആദർശിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇനി അനന്തപുരി തറവാട്ടിലോട്ട് അവർ ചെല്ലുമ്പോഴത്തേക്കും ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ജലജയ്ക്ക് ഭയങ്കര സന്തോഷത്തിലിരിക്കുമായിരുന്നു. രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തന്നെ കനകയ്ക്ക് വിറച്ച് തണുത്ത ഐസ് കട്ടയായിട്ട് കനക ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കാണും എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ച് ഇരുന്ന് നോക്കുമ്പോഴത്തേക്കുമാണ് ജലജയുടെ സാരിയെല്ലാം എടുത്ത് ചുറ്റി കനക സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് കാണുന്നത്. അപ്പോൾ കനകയെടുത്ത് ദേഷ്യപ്പെടുകയും സാരിയെല്ലാം വലിച്ച് എടുത്ത് കളയുകയും അങ്ങനെ ചെറിയ തർക്കങ്ങളും വഴക്കുകളും അവർക്കിടയിൽ തന്നെ രാവിലെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇനി എങ്ങനെയെങ്കിലും കനകയെ ഓട്ടിച്ചു വിടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പ്ലാനിൽ ജലജ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് അബിക്കൊരു കോൾ വരുന്നത്. അപ്പോൾ കോൾ എടുക്കുന്നതും വെട്ട് സതീശനായിരുന്നു. അപ്പോൾ എന്താ സംഭവം, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ വഴക്കുകളും ഉണ്ടാവുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തന്നെ നവ്യയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് പറഞ്ഞിട്ട് ആ ഒരു പ്ലാൻ എല്ലാം അവസാനം ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ചെറിയൊരു വഴക്കും തർക്കങ്ങളും നടക്കുകയും അവസാനം വെട്ട് സതീശൻ പറയുവാണ്, ഞാനിപ്പോൾ ജയിലിലാണ്, എന്നെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സതീശൻ ഉടനെ തന്നെ പറയുവാണ്, ഇപ്പോൾ നമ്മൾ സംസാരിച്ച എല്ലാ കോളും ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം അനന്തപുരി തറവാട്ടിൽ വന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയും. അവസാനം നിങ്ങളെയായിരിക്കും അവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്നെ മര്യാദയ്ക്ക് പുറത്തിറക്കിക്കോ എന്ന് സതീശൻ പറയുകയും അവസാനം അബി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് നവ്യ വരുമ്പോഴത്തേക്കും മാക്സിമം സതീശനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കോളൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അനന്തപുരിയിൽ നിൽക്കുമ്പോഴത്തേക്കും ഇതിനേക്കാളും വലിയൊരു വമ്പൻ പ്രശ്നമാണ് വരാൻ പോകുന്നത്. കാരണം രാവിലെ തന്നെ നയനെ അവിടെ കാണാനില്ല, ബെഡ് കോഫി പോലും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അവിടെ സംസാരം നടത്തുന്നുണ്ട്. അവസാനം ജലജയോട് റൂമിൽ പോയി നയനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷേ ഞാൻ റൂമിലോട്ട് പോകുന്നില്ല, ചെല്ലുമ്പോഴത്തേക്കും ഭാര്യയും ഭർത്താവുമായിട്ടുള്ള എന്തൊക്കെ രംഗങ്ങളായിരിക്കും ഞാൻ കാണേണ്ടി വരുന്നത്, അതുകൊണ്ട് എനിക്ക് വയ്യ, ഞാൻ കോൾ വിളിക്കാം എന്ന് പറഞ്ഞ് ജലജ അവിടെ ഫോൺ വിളിക്കുവാണ്. അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ കോൾ എടുക്കുന്നില്ല. പക്ഷേ നയനയും ആദർശം ആ സമയത്താണ് ബൈക്കിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ കനക എന്താണ്, എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശേട്ടൻ എന്നെ നിർബന്ധിച്ച് പുറത്ത് കറങ്ങാൻ കൊണ്ടുപോയതാണ്, സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ ചുറ്റി കറങ്ങിയാണ് വന്നത് എന്നുള്ള ഒരു കാര്യം കള്ളം പറഞ്ഞ് ആദർശിനെ ആ ഒരു പ്രശ്നത്തിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് നയനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നയന അങ്ങനെ വിചാരിച്ചത്, ആദർശ് ഇതിനു മുന്നേയും ഒരുപാട് കള്ളങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലും പറഞ്ഞിട്ടുണ്ട്, എന്റെ മുന്നിലും പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇതൊരു കള്ളമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം അവർ രണ്ടുപേരും അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് ദേവയാനിയും ജലജയും എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശേട്ടൻ എന്നെ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോയതാണെന്നും ഞങ്ങൾ കറങ്ങിയിട്ടൊക്കെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ എല്ലാവരുടെയും മുന്നിൽ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ജലജയുടെ ഒരുപാട് കുത്തിത്തിരിപ്പും കാര്യങ്ങളും കൂടി ആയപ്പോഴത്തേക്കും പിന്നെ ശുഭമായി. അവിടെ വലിയൊരു തർക്കങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ജയനും നമ്മുടെ മുത്തശ്ശി എല്ലാവരും കൂടി ജലജയുടെയും ദേവയാനിയുടെയും വായടപ്പിച്ചുകൊണ്ട് അവര് ഭാര്യയും ഭർത്താവുമാണ്. അപ്പൊ അവരുടെ ഇഷ്ടമാണ് കറങ്ങാൻ പോണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ പാതിരാത്രിക്ക് കറങ്ങാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കുറച്ചുകൂടി നിങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞ് നയനയും ആദർശിനെ അങ്ങോട്ട് അയക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പേര് പറഞ്ഞ് ഈ ഒരു കാര്യം പറഞ്ഞ് റൂമിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ആദർശനും ആ ഒരു നിമിഷങ്ങൾ, ആ ഒരു നൈറ്റ് ഡ്രൈവ് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നയനയ്ക്കും ആ ഒരു നിമിഷങ്ങളെല്ലാം ആലോചിച്ച് ഭയങ്കര സന്തോഷത്തിൽ നയനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുളിച്ച് സുന്ദരിയായിട്ട് നയന വന്ന് ചായയൊക്കെ എല്ലാവർക്കും കൊടുക്കുകയും എന്നിട്ട് ഇതുപോലെ ഇനി ഉണ്ടാവത്തില്ല എന്നും ആദർശയുടെ മനഃപൂർവ്വം കൊണ്ടുപോയതാണെന്നും പക്ഷേ ഇപ്പോൾ എല്ലാവരും എന്നെയാണ് കുറ്റക്കാരിയാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നയന അവിടെ പറയുമ്പോൾ ആദർശനൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. കാരണം എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വെളിച്ചത്തിൽ. അതുകൊണ്ട് തന്നെ ആദർശമൊന്നും മിണ്ടാതെ നിൽക്കുവാണ്. അപ്പോൾ നയന തന്നെ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്ക് ഒരിക്കലും കള്ളം പറയരുത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ആദർശയുടെ ഒരുപാട് കള്ളങ്ങൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു നിസ്സാര കള്ളങ്ങളൊന്നും ഒന്നും ആവുന്നില്ല. എന്തായാലും ഇനി സന്തോഷത്തോടെ ഇതുപോലെ ഒരുപാട് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നയന നിൽക്കുന്നുണ്ടെങ്കിലും ആദർശ് നയനയും കൊണ്ട് പുറത്തു പോയത് ഒട്ടും ഇഷ്ടപ്പെടാതെ ദേവയാനിയെ കുത്തിത്തിരിപ്പ് കൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലജ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ദേഷ്യത്തിലാണ് ദേവയാനി നിൽക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നയനെ ഒരുപാട് ആദർശം സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ
മുമ്പ് ദേവയാനിയെ നിരാഹാരം കിടന്നതും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പോയതും അങ്ങനെ ഒരുപാട് പ്രകടനങ്ങൾ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി ആകുമ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും നയനെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ദേവയാനി കരുതി വെച്ചിരിക്കുന്നത്. ഇപ്പം ജലജയ്ക്ക് കൂട്ടായിട്ട് ദേവയാനിയും കൂടി ഉള്ളപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി നയനെ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയതുവരേക്കും ടാറ്റാ ബൈ.